അങ്ങനെ ഞങ്ങൾ ഇറങ്ങി. ഞങ്ങൾ ബസ് സ്റ്റോപ്പിലേക്ക് പോവാണ്. ജസ്റ്റ് ഒന്ന് ടൗൺ വരെ ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. പിന്നെ എന്തെങ്കിലും ഫുഡ് അത് തന്നെ. ഏതാ എനിക്കിപ്പം നമ്മുടെ കൊറിയൻ എന്നല്ല, വേറെ ഏതെങ്കിലും കൺട്രീസിൻ്റെ ഫുഡിനോടാണ് എനിക്കിപ്പോൾ കൂടുതൽ താല്പര്യം. നമ്മുടെ ഫുഡ് ഡേ ടു ഡേ ലൈഫിൽ എനിക്കത് തന്നെ ഇഷ്ടം. പക്ഷെ അല്ലാണ്ട് ഇതിനെ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ എനിക്കിപ്പം കുറേ ദിവസമായിട്ട് എവിടെ പോയാലും ഞാൻ ഈ പറഞ്ഞ പോലെ ഒന്നെങ്കിൽ ഫിലിപ്പൈൻ, അല്ലെ കൊറിയൻ, അല്ലെ ചൈനീസ്, ജാപ്പനീസ്, അങ്ങനെ 3-4 എണ്ണം കഴിഞ്ഞ ദിവസം ട്രൈ ചെയ്തു. ഞാൻ പിന്നെ എല്ലാം കിട്ടിയാലും എന്ത് കിട്ടിയാലും ഞാൻ കഴിക്കും. തിരിച്ചു പിടിച്ച് കഴിക്കാത്ത എന്തും കഴിക്കണം എന്ന് പറഞ്ഞ് അച്ഛ ശീലിപ്പിച്ചതാണത്. അതുകൊണ്ട് കഴിച്ചു നോക്കും. പിന്നെ ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ വൃത്തിയും മനയില്ലാന്നുണ്ടെങ്കിൽ മാത്രമാണ് കഴിക്കാത്തുള്ളൂ. ബാക്കിയൊക്കെ എന്ത് ഞാൻ കഴിക്കും. പിന്നെ നമുക്കൊന്ന് നോക്കാം. നേരെ അങ്ങോട്ട് ഇച്ചിരി പൊക്കി പിടിച്ച് കാണത്തില്ലല്ലോ. ട്രെയിൻ പോകാമെന്ന് തീരുമാനിച്ചപ്പോൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാം. ഇതൊരു ഷോർട്ട് കട്ടാണ് ഞങ്ങളുടെ അവിടെ നിന്ന് വരുന്നത്. വീട്ടിൽ നിന്ന് അവിടെ നിന്ന് കുറച്ചിങ്ങ് നടന്നാൽ മതി. ഇല്ലെങ്കിൽ ബസ് പിടിച്ച് പോകണം. 2-3-4 സ്റ്റെപ്പേ ഉള്ളൂ. പക്ഷെ എന്നാൽ ഇന്ന് നടന്നെങ്കിൽ നല്ല ക്ലൈമറ്റാണ്. അപ്പോൾ കുഴപ്പമില്ലാത്തൊരിതായതുകൊണ്ട് നടന്നു പോരാമെന്ന് വിചാരിച്ചു. വേഗം വാ, സമയം പോവും. ഇതാണ് അപ്റ്റം പാർക്ക് സ്റ്റേഷൻ്റെ അടുത്തുള്ള ടൗൺ, അതായത് അപ്റ്റം പാർക്ക് ടൗണ്. ഇന്ന് ഈ സമയത്ത് ഭയങ്കര തിരക്കാണ്. നല്ല ഇതുണ്ടോ വണ്ടി ആ വാഹനത്തിന് വരുന്നേ. ക്രോസ് ചെയ്യാന്ന് പറഞ്ഞ വെറുതെ അങ്ങ് പോവാ. അപ്പൊ അയാൾക്ക് തെറി പറഞ്ഞേ, ഇവിടെ അങ്ങനെ ക്രോസ് ചെയ്യാൻ പാടില്ല ഗൈസ്. ഞങ്ങൾ റോങ് ആണ് ഇപ്പോൾ ക്രോസ് ചെയ്തത്. പാടില്ല. അതൊക്കെ കിട്ടി പെനാൽറ്റി കിട്ടുന്ന കാര്യമാണ്. പെനാൽറ്റി അല്ല, ലൈഫ് ഈസ് ടു ഡേഞ്ചറസ്. ഇതാണ് അപ്പം ഞങ്ങൾ ക്രോസ് ചെയ്ത് കടന്ന് നേരെ അങ്ങേറ്റത്ത് കാണുന്നതാണ്. അങ്ങ് വരെ പോകണം. അതാണ് സ്റ്റേഷൻ. അവിടെ നിന്നാണ് നമ്മൾ കാനറി വാർഫാണ് നോക്കിയപ്പോൾ കണ്ടത്. ഇവിടെ നോക്കിയപ്പോൾ കാണുന്നില്ല, കൊറിയൻസ് ഒന്നും കാണുന്നില്ല. കണ്ടു വരണം, പക്ഷെ അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. വേറെ ഒരു എന്നെ നോക്കാം. നോമ്പ് വീടുന്ന സമയമായോണ്ടാ തോന്നുന്നു നല്ല തിരക്ക്. ഇത് ഞങ്ങൾ സ്ഥിരം വരുന്ന സ്ഥലം. ഡ്രസ്സ് എന്തെങ്കിലും മേടിക്കാനൊക്കെ ആണെങ്കിൽ ഇവിടെ വരാം. ഏഷ്യൻ ഷോപ്പ് എല്ലാം ഉണ്ട്. നമ്മുടെ എല്ലാ പച്ചക്കറി സാധനങ്ങൾ നമുക്ക് എന്ത് വേണമെന്നെങ്കിലും നമ്മുടേതായ ടേസ്റ്റിനനുസരിച്ച് എന്ത് വേണമെങ്കിലും കിട്ടും. പിന്നെ ഇവിടെയുള്ള ഈ ഷോപ്സൊക്കെ കാണുന്നത് ഇതൊക്കെ ബാർഗെയിൻ ചെയ്ത് വാങ്ങിക്കാവുന്ന അതൊരു മാർക്കറ്റ് മാതിരി, അതൊരു മിനി മാർക്കറ്റ് മാതിരി. നല്ല തെളിഞ്ഞ കാലാവസ്ഥയാണെങ്കിലും നല്ല തണുപ്പുണ്ട് ഗൈസ്. അങ്ങനെ അവിടെ നോക്കുമ്പോൾ ഈ കുറച്ച് നടന്നാൽ മതിയെന്ന് തോന്നുന്നു. കുറച്ചധികം നടക്കാനുണ്ട്. ഇപ്പം നമ്മൾ നടക്കാനുണ്ട് 10 മിനിറ്റ് ആയി. ബസ്സിന് വരുവാണെങ്കിൽ നേരെ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ വന്ന് ഈ കാണുന്ന സ്റ്റോപ്പില്ലേ ഇവിടെ വന്ന് ഇറങ്ങാം. സ്റ്റോപ്പ് ബി. ഇങ്ങനെ കുറേ ആൾക്കാരും ഉണ്ട് ഗൈസ്. ഇതൊക്കെ വെരി ഡേഞ്ചറസ് ടീമുകളാണ്. അങ്ങനെ നമ്മൾ സ്റ്റേഷൻ എത്തി. വെസ്റ്റ് ബൗണ്ട് പ്ലാറ്റ്ഫോമിലേക്കാണ് നമുക്ക് പോകേണ്ടത്. ഈ പുള്ളി ഇവിടെ വന്ന് എത്തിയല്ലോ, ഫ്രണ്ടിൽ പോകുന്നത്. എൻ്റെ പൊന്നെ, ഫോണൊക്കെ സൂക്ഷിച്ചോട്ടോ. ഐഫോണാ കയ്യിലിരിക്കുന്നത്. ട്രെയിൻ വന്നിട്ടുണ്ട്. ഇതിനാണ് ഞാൻ ഡെയിലി തിരിച്ച് ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ ഇടയ്ക്കിന് കയറാറുള്ളത്. ബാർക്കിംഗ് സിറ്റി ലൈൻ. ഈ ട്രെയിനാണ് ഞാൻ വരാറുള്ളത്. ബാർക്കിനും മിനിസ്റ്ററും ഒക്കെ അല്ലേ, എല്ലാം സെയിം. ഈ ഇവിടെ വന്നിട്ട് ഞാൻ ഇറങ്ങും. അതായത് എവിടെ വന്ന് ഞാൻ ഇറങ്ങും. പിന്നെ ചിലപ്പോൾ ഈസ്റ്റ് ഹാമിലേക്കും പോയി. നെക്സ്റ്റ് സ്റ്റോപ്പ്, ഇതിന്റെ നെക്സ്റ്റ് സ്റ്റോപ്പ് എന്ന് പറയുന്നത് ഈസ്റ്റ് ഹാം ആണ്. ഉറങ്ങിപ്പോയാൽ നെക്സ്റ്റ് സ്റ്റോപ്പ്, ഉറങ്ങിയില്ലെങ്കിൽ ഈ സ്റ്റോപ്പ്. ഇപ്പൊ അങ്ങനെ ഉറങ്ങി പോകാറില്ല ഗൈസ്. ഒരുപാട് നാളായി അങ്ങനെ ഉറങ്ങിപ്പോയിട്ട്. അതാണ് ലോക്കോ പൈലറ്റ്. ഇതാണ് ഇവിടുത്തെ ഡിസ്ട്രിക്ട് ലൈൻ. നല്ല തിരക്കുള്ള സമയമാണ് നമ്മൾ വന്നത്. നമ്മളെ ട്രെയിനിങ് 4 മിനിറ്റ്. ഇതെന്താ, ഇത് ഭയങ്കര തിരക്കാണല്ലോ.
ഇതാണ് ഈ സമയത്തിന്റെ ഒരു പ്രത്യേകത. നമ്മുടെ ട്രെയിൻ വന്നു. നമ്മുടെ ട്രെയിൻ വന്നു. ഇതിൽ അത്രയും ജാലിയൻവാലാബാഗ് പോലെ ആളില്ല കേട്ടോ. പക്ഷെ ഇവിടെ നിന്നുള്ള ആൾക്കാർ കയറുമ്പോൾ നല്ല തിരക്കാവും. സീറ്റൊന്നും കിട്ടില്ല, നിൽക്കാനെങ്കിലും സ്ഥലം കിട്ടിയാൽ മതി. 1-2 സീറ്റാ ലെഫ്റ്റ് സൈഡ് കിടപ്പുണ്ട് കേട്ടോ. പോയി. ഭയങ്കര തിരക്കാണ്. ഞാനൊരു സീറ്റ് കണ്ടു വെച്ചായിരുന്നു, അതിൽ വേറെ ആള് വന്നിരുന്നു. നമ്മൾ വെസ്റ്റേം എത്തി. ഇനി ഡിസ്ട്രിക്ട് ലൈൻ മാറി. ഇനി ഏത് ഇനി ജൂബിലി ലൈൻ. തിരക്കാവട്ടെ, എല്ലായിടത്തും തിരക്കാണ്. ഇനി ജൂബിലി ലൈൻ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ബിസിയാണോ എന്നറിയാം. ഒത്തിരി റഷായിട്ടുള്ളൊരു ഡേ ആണെന്ന് തോന്നുന്നു. സാധാരണ വീക്കെൻഡ്സിലാണ് ഇങ്ങനെ വരാറ്, അല്ലെങ്കിൽ ഫ്രൈഡേസ് ഒക്കെ ഇങ്ങനെ വരാറ്. ഇതിപ്പം മേജറായിട്ട് എവിടെയൊക്കെയോ ട്രെയിനിന് ഡിലേ എല്ലാം ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനെയുള്ള ദിവസം ഇങ്ങനെയാ. ഡിസ്ട്രിക്ട് ലൈന്, എലിസബത്ത് ലൈന്, അല്ലെ ഏതെങ്കിലുമൊക്കെ ട്യൂബൊക്കെ ഉണ്ടാവില്ല. അപ്പം അങ്ങനെ ആകുമ്പോൾ ഇതുപോലെ എന്താ പറയുക, തിരക്ക് വരും. നമുക്ക് ജൂബിലി ലൈനാ അടുത്തത് എടുക്കേണ്ടത്. ചെല്ലുമ്പോഴത്തേനും ലേറ്റ് ആവും തോന്നുന്നു, കാരണം പെട്ടെന്ന് കണക്ഷൻസ് കിട്ടുന്നുണ്ട്. ഇവിടുത്തെ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റാ. നമുക്കിപ്പോൾ ഒരാള് ആദ്യം വന്നാലും എന്താ പറയാ, അതിനുള്ള ടാപ്പ് ചെയ്യാനുള്ള കാർഡും എന്താ പറയാ നോക്കി, മാപ്പ് നോക്കി പോകാനുള്ള ഒരു ഗഡ്സ് ഉള്ള ആൾക്ക് ഒന്നും പേടിക്കണ്ട. ഒരാഴ്ചക്കുള്ളിൽ ട്രാൻസ്പോർട്ടേഷൻ നമുക്ക് ഫെമിലിയർ ആവും. എല്ലായിടത്തേക്കും എല്ലാ സമയത്തും ഉണ്ട്. നാട്ടിലെ ഇവിടുത്തെ ആയിട്ടുള്ള മേജർ ആയിട്ടുള്ള ഒരു ഡിഫറൻസ് എനിക്ക് തോന്നിയിരിക്കുന്നത്. ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു, ഇവിടുത്തെ ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടുള്ള ഒരു കാര്യം അതാണ്. ട്രാൻസ്പോർട്ടേഷൻ എങ്ങോട്ട് പോകണമെങ്കിലും നമുക്ക് ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും സ്വന്തമായിട്ട് വണ്ടിയുണ്ട്. എങ്കിൽ പോലും ഇതൊക്കെ ഈ പോകുന്ന ആൾക്കാർക്ക് ഒരുപാട് പേർക്ക് സ്വന്തമായിട്ട് വണ്ടിയുള്ളവരാണ്. പക്ഷെ എന്നാലും പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ചീപ്പർ ആയതുകൊണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഗ്യാങ്ങായിട്ട് പോവുകയൊക്കെ ചെയ്യുമ്പോഴും ഇങ്ങനെ പോകാൻ പറ്റും. ഇതൊക്കെ പണ്ടത്തെ കൺസ്ട്രക്ഷന്റെ ഒരു പാർട്ടായിട്ട് ഇതൊക്കെ ആലോചിച്ച് നോക്ക്. ഇവർ എത്ര ഇതിലായിട്ടാണ് അവർ ഇത് ചെയ്യുന്നത് അല്ലേ? അണ്ടർഗ്രൗണ്ടും ഓവർഗ്രൗണ്ടും ഒക്കെ എത്ര ഫ്ലോറായിട്ട് ചെയ്യുന്നത്. അത് എത്ര നീറ്റായിട്ട് ഹാൻഡിൽ ചെയ്തു. ഇത്രയും ആൾക്കാർ പോയിട്ടും ഒരു എന്താ പറയാ, തിക്കും തിരക്കും ഉണ്ട്. എങ്കിൽ പോലും അവനവന്റെ റൂട്ട് പാലിച്ച് അങ്ങനെ പോകുന്നു. പിന്നെ ആരും കാര്യത്തിൽ ബോധേഡല്ല. അതുകൊണ്ട് ട്രാൻസ്പോർട്ടേഷൻ എപ്പോഴും സ്മൂത്ത് ആയിരിക്കണം. ഇപ്പം ഇത് ഏത് രാജ്യത്താണെങ്കിലും. ജൂബിലി ലൈൻ വന്നു. ഞാൻ പറഞ്ഞില്ല, ജൂബിലി ലൈൻ എപ്പോഴും ഇച്ചിരി ക്ലിയർ ആയിരിക്കും, കാരണം അത്രയും റഷല്ല. സീറ്റ് ഉണ്ട്. Change here for the District Thameslink City Line, DLR and National Rail Services. This train. അങ്ങനെ ഞാൻ ജൂബിലി ലൈനിൽ കയറി. ഇനി എത്ര സ്റ്റോപ്പ് ഉണ്ട്? ഏകദേശം 3-4 സ്റ്റോപ്പും കൂടെ ഉള്ളൂ സ്ഥലത്തും. പെട്ടെന്ന് നമ്മളിങ്ങ് എത്തിയല്ലോ. സൗണ്ടിന് ചെറിയൊരു എന്താ പറയാ, പെട്ടെന്ന് നടന്നു വന്നോണ്ടേ സൗണ്ട് ഇങ്ങനെ ബഫറാകും. അതുപോലെ തന്നെ ജലദോഷമുണ്ട്. അതുകൊണ്ടാണ് മെയിനായിട്ട്. ലെംസിപ്പ് കുടിക്കാൻ മറന്നുപോയി. അതുകൊണ്ട് അത് വേണ്ട. ലെംസിപ്പിന്റെ ടാബ്ലറ്റ് ആണ് ഞാൻ സാധാരണ കഴിക്കുന്നത്. ഇന്നലെ ജലദോഷം കുറേ നാളായിട്ടുണ്ട്. അപ്പം പല മരുന്നും ട്രൈ ചെയ്ത് നോക്കി. നമ്മുടെ നാട്ടിലെ ഡോളോ ഇതൊക്കെ കഴിച്ചു, അമോക്സിലിനും ഒക്കെ കഴിച്ചിട്ട് കുറഞ്ഞില്ല. അതിന് ലെംസിപ്പ് കഴിക്കാമെന്ന് വിചാരിച്ചു. ലെംസിപ്പിന്റെ ഒരു പാക്കറ്റ്, പാക്കറ്റ്, അതൊരു വെള്ളത്തിൽ കലക്കി കുടിക്കാനുള്ള. എൻ്റെ പൊന്നു, ബ്ലാക്ക് കറണ്ടിന്റെ ഒരു ടേസ്റ്റ്. എനിക്ക് ബ്ലാക്ക് കറണ്ട് പൊതുവിൽ ഇഷ്ടമല്ലാത്തതുകൊണ്ട് നോർമൽ കഴിച്ചിട്ട്, പക്ഷെ കുറവുണ്ട്. അതനുസരിച്ച് ഇനി അവിടെ എത്തിയിട്ട് കാണാം. അങ്ങനെ ജാനുവരി വാർഫ് എത്തി. വലിയൊരു സ്റ്റേഷനാട്ടോ, വലിയൊരു സ്റ്റേഷൻ. അണ്ടർഗ്രൗണ്ടാ. ആ, കാനറി വാർഫ്. കാനറി വാർഫ്. നമുക്ക് എക്സിറ്റ് അടിക്കാം.
ഇതിന്റെയൊക്കെ ഓരോ ഫ്ലോറിൽ കൂടെ ഓരോരോ ലൈൻസ് ഉണ്ട്. ഇത് നല്ല ദൂരാ, നല്ല ഹൈറ്റിലാണിത് ഇപ്പൊ നമ്മൾ പോകുന്നത്. ഇൻ ബിറ്റ്വീൻ ഒരു ലൈനും സർവീസും കൂടെ ഉണ്ട്. ഇത് മെയിൻ എക്സിറ്റ്, വേ ഔട്ട്. നേരെയാണ്, ഇവിടെ ടാപ്പ് ഔട്ട് അടിക്കുന്നു, നമ്മൾ പോകുന്നു. കണ്ടോ എത്ര ഹൈറ്റില്ല നമ്മൾ വന്ന് ഇറങ്ങിയെന്നുള്ളത് കണ്ടോ ഗൈസ്. ഇത് ഇവിടെ ഉള്ളവർക്ക് കാണുമ്പോൾ അതെ, ആ ട്രാവൽ ചെയ്യുന്നവർക്ക് കാണുമ്പോൾ അത്ര ഒരു അത്ഭുതമായിട്ട് തോന്നില്ല. പക്ഷെ നമ്മളെപ്പോലെയുള്ള നാട്ടും പുറത്തുനിന്ന് വരുന്നവർക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഫെസിലിറ്റീസ് ഒക്കെ കാണുമ്പോൾ ശരിക്കും നമുക്ക് എന്താ പറയാ, ഒരു വാവ് ഫാക്ടർ തോന്നും എപ്പോഴും. ഇപ്പൊ ഞാൻ എന്ന് പറയുന്ന ഇടുക്കിക്കാരിയാണ്, അപ്പോൾ എനിക്ക് ഒരു ഡബിൾ വാവ് ഫാക്ടറാണ് ഇതൊക്കെ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ. നേരത്തെ ഞങ്ങൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഒക്കെ പറയുമായിരുന്നു ഇടുക്കിക്കാർക്ക്, എനിക്ക് ശരിക്കും ട്രെയിൻ കയറാൻ പോലും അറിഞ്ഞുകൂടായിരുന്നു. കാരണം നമ്മുടെ നാട്ടിൽ അതിന്റെ സർവീസ് ഇല്ലായിരുന്നല്ലോ, അപ്പോൾ നമുക്കത് അറിയില്ലായിരുന്നു. ഫ്രണ്ട്സിന്റെ ഒക്കെ അടുത്ത് ചോദിച്ചിട്ടൊക്കെയാണ് നമ്മള്, എനിക്ക് അങ്ങനെ പോകേണ്ട ആവശ്യം വന്നിട്ടില്ല, പോയിട്ടുള്ളതൊക്കെ ഫ്രണ്ട്സിന്റെ കൂടെ പോയിട്ടുള്ളത്. അന്നേരം എല്ലാരും കളിയാക്കൂന്ന് പറഞ്ഞാൽ പോലും ഇപ്പൊ നമുക്ക് ലണ്ടൻ എത്താൻ പറ്റില്ലേ, ഇപ്പൊ അത് നമുക്ക് ഫെമിലിയർ ആയി. പക്ഷെ എന്നിരുന്നാലും നമ്മൾ വന്നതും നമ്മുടെ ജീവിത ശൈലികളും നമ്മൾ മറക്കാൻ പാടില്ലല്ലോ. സോ ദിസ് ഈസ് കാനറി വോഫ്. അങ്ങനെ കാനറി വാർഫ് എത്തി. അങ്ങനെ ഇതാണ് കാനറി വോഫിന്റെ എൻട്രി സൈഡ് എന്ന് പറയുന്നത്.